നിങ്ങൾ കിലാഞ്ചിയും ഫാലും കഴിച്ചിനാ? ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കുതിർത്ത പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല നല്ല സിമ്പിൾ റെസിപ്പിയാണേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡിന്നറൊക്കെ ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഐറ്റാണേ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ? നമ്മുടെ കിലാഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ 3-4 മണിക്കൂർ മുന്നേ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിർത്തെടുത്ത പച്ചരിയാണ് ഇത്. എന്നിട്ട് അതിന് ശേഷം ആ ഒരു വെള്ളം കളയുക. പിന്നീട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ അരയാൻ പാകത്തിന് വെള്ളവും കൂടി പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ, ഒട്ടും തരികളില്ലാതെ. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മുടെ മാവ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു കിലാഞ്ചിയുടെ മാവ് അത്യാവശ്യം നല്ല ലൂസായിട്ടാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, കലക്കിയിട്ട്. ഇനിയിപ്പം ഞാൻ ടോട്ടലി ഇതിലേക്ക് എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത് 2.25 കപ്പ് അളവിലാണ്. പിന്നെ ഓരോ പച്ചരിക്ക് ചെറിയ ചെറിയ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് വെച്ചാൽ മതിയേ. അങ്ങനെ കിലാഞ്ചിയുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കിലാഞ്ചി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പഴയ ടൈപ്പ് ഉരുളിയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചുടുമ്പോൾ ഒന്നുകൂടി നല്ല അടിപൊളിയായി നല്ല പെർഫെക്റ്റ് ടെക്സ്ചറൊക്കെ ആയിട്ട് കിട്ടുമേ. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉരുളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് നല്ലപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. പാൻ ഒന്ന് സൈഡിലേക്ക് എടുത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ കുറച്ച് മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മാക്സിമം നേരിയതാക്കിയിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക. തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ആറി കുക്കായി വരുന്ന സമയത്ത് ഇതുപോലെ കൈകൊണ്ട് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാൻ കഴിയും കേട്ടോ. പെട്ടെന്ന് റെഡിയായി കിട്ടും. എന്നിട്ട് ഇതാ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റുമ്പോൾ അടുത്ത മാവ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ മാറ്റി മാറ്റി ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ചൂടോടെ തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണേ. ആദ്യം തന്നെ 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെയും ഫോൾഡ് ചെയ്യാം. കിലാഞ്ചി മടക്കുന്ന അതായത് ഫോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേക മെത്തേഡാണ് ഇത്. ഇതിങ്ങനെ തന്നെ ചെയ്യാൻ നോക്കണേ. അങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഒരു കിലാഞ്ചി റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും മൊത്തത്തിൽ ഇതുപോലെ ചുട്ടെടുക്കുക. നിങ്ങൾക്ക് ഞാൻ കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ എത്രത്തോളം നേരിയതാണ്. എനിക്ക് തോന്നുന്നു ടിഷ്യൂ പേപ്പറിൻ്റെ ഒക്കെ ആ ഒരു കട്ടി എന്ന് പറയില്ലേ, ആ ഒരു കട്ടിക്ക് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ മൊത്തത്തിൽ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു കിലാഞ്ചി കഴിക്കുക ഒരു പ്രത്യേക ഫാലും കൂട്ടിയിട്ടാണ്. ഫാല് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഒരു സ്റ്റ്യൂ ആണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിലാഞ്ചിൻ്റെ പാല് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് അത്യാവശ്യം നല്ല കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള 2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. മാക്സിമം എത്രത്തോളം കട്ടിയാക്കാൻ പറ്റുമോ അത്രയും കട്ടിയാക്കണേ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനിയിപ്പോൾ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ശർക്കര, നമ്മുടെ വെല്ലയില്ല, അതാണ് ചേർക്കുക മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷമുള്ള അളവാണ് 1/4 കപ്പാണ് എടുത്തിട്ടുണ്ടായത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് എത്രത്തോളം ശർക്കര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ചെറുപഴയില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് കറക്റ്റ് അളവില്ല കേട്ടോ. നമുക്ക് എത്രത്തോളം കഴിക്കാൻ വേണോ ടേസ്റ്റിനും അനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിലാഞ്ചിയുടെ പാല് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു തേങ്ങാപ്പാലിൽ മെയിൻ വേണ്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ ദ്വീപ് സ്പെഷ്യൽ ശർക്കരയാണ്. അതായത് ലക്ഷദ്വീപിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ കൊണ്ടുവരുന്ന ഒരു സ്പെഷ്യൽ ശർക്കര ഉണ്ടല്ലോ അവരുടേതായ, അതാണ് കേട്ടോ വേണ്ടത്. പക്ഷെ നമുക്ക് കയ്യിലില്ലാതെ കൊണ്ട് മാത്രം നോർമൽ ശർക്കര വെച്ച് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതാ ലക്ഷദ്വീപ് സ്പെഷ്യൽ കോംബോ ആയിട്ടുള്ള കിലാഞ്ചി പാലും റെഡി ആയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയട്ടെ. ഹെൽത്തി റെസിപ്പിയാണ്. ഒട്ടും തന്നെ എണ്ണയോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടുമില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു സ്മൈലിങ് ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്